അപ്പോൾ നമുക്കിന്ന് മോമോസ് ഉണ്ടാക്കാം. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മോമോസ്. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിനെല്ലാം മോമോസ് തിന്നാറ്. നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി വെക്കാം. ഓക്കെ, അതിനായിട്ട് ആദ്യമായിട്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളിയും ബാക്കിയുള്ള വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ ഉള്ളിയാണ്. ചെറുതായി അരിഞ്ഞ ഉള്ളി നന്നായി വഴന്നതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തിട്ട് നന്നായി ഇളക്കി ഇതാക്കുക. അതിനൊപ്പം തന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബീൻസും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് തക്കാളി ഒന്ന് പുഴുങ്ങാനും വെക്കാം. ഓക്കെ, പിന്നെ ഇതിലേക്ക് ആവശ്യം തന്നെ കുരുമുളകാണ്. കുരുമുളക് കുറച്ച് ഇട്ട് കൊടുക്കുക. കുരുമുളക് ഒരുപാട് എരിവിനനുസരിച്ചിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മോമോസിലേക്കുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഉപ്പും കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തക്കാളി ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. നമുക്ക് സോസിന് ആവശ്യമാണ്. ഇനി നമുക്ക് അതിൻ്റെ മോമോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ മൈദ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നമ്മൾ ചപ്പാത്തിയെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നമ്മളിനി അതൊന്ന് ചെറിയ ഉരുളകളാക്കി വട്ടത്തിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ആ പരത്തിയെടുത്തതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ആവിച്ചെമ്പാണ്. ആ ആവിച്ചെമ്പിലേക്ക് കുറച്ച് എണ്ണ തടവുന്നുണ്ട്. കാരണം മോമോസ് പറ്റി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മോമോസ് കിഴിക്കെട്ട് പോലെയാണ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് ഇങ്ങനെ നടുവിലേക്കാക്കിയിട്ട് ഒന്ന് മെല്ലനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇത് ശരിക്കും ചെയ്യാൻ ഈസിയാണ്. പക്ഷേ ഞാൻ ടൈം എടുക്കുന്നതിന് എൻ്റെ ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത്. മറ്റേ കയ്യിൽ എന്താ പറയുക, ഫോണുള്ളതുകൊണ്ട് തന്നെ നിങ്ങളാകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നടുവിലേക്കെല്ലാം എടുക്കുക, ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഒരു കിഴി കെട്ടിയ പോലെ. എന്നിട്ട് നമ്മൾ ഇത് ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ വേവാൻ വെക്കുക. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ മോമോസ് റെഡിയാണ്. ഇനി നമുക്ക് മോമോസിൻ്റെ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുഴുങ്ങി വെച്ച തക്കാളി, അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ വിനാഗിരി, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ എന്താ പറയുക, ഷുഗറും ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് നല്ലോണം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും മോമോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.